വയനാട് ദുരന്ത മേഖലയിൽ വിദഗ്ധ സംഘം നാളെ പരിശോധന ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. തെരച്ചിൽ നാളെയും തുടരും. ചാലിയാർ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. താൽക്കാലിക പുനരധിവാസം ഈ മാസത്തോടെ പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ചാലിയാർ 4 മേഖലയായി തിരിച്ചാണ് പരിശോധന. സന്നദ്ധ സംഘടനകളും തെരച്ചിലിന്റെ ഭാഗമാവും. ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലും തെരച്ചിൽ തുടരും. നാളെയും ഡൗൺ സ്ട്രീമിലുള്ള തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് മലപ്പുറത്തെ ഡൗൺ സ്ട്രീം ഏരിയയിൽ നല്ല കൃത്യതയോടുകൂടി ഓരോ ക്യാമ്പിലും ഉണ്ടാകേണ്ട ആളുകളുടെ എണ്ണം, NDRF എത്ര, പോലീസ് എത്ര, ഫയർഫോഴ്സ് എത്ര, സന്നദ്ധ പ്രവർത്തകർ എത്ര എന്ന നിലവാരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 5 അംഗ വിദഗ്ധ സംഘം വയനാട്ടിലെത്തി. മന്ത്രിസഭാ ഉപസമിതിയുമായി കൂടിക്കാഴ്ച നടത്തി. പരിശോധന ഉടൻ ആരംഭിക്കും. NCESSലെ ശ്രീ ജോൺ മത്തായി, നേരത്തെ അദ്ദേഹം നമ്മുടെ വളരെ പ്രമുഖനായിട്ടുള്ള സയൻറ്റിസ്റ്റാണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന ആളാണ്. അദ്ദേഹമാണ് ആ ടീമിന് നേതൃത്വം നൽകുന്നത്. അവർ പ്രാഥമികമായി നമ്മുടെ സോയിലിൻ്റെ പ്രത്യേകതകളും അതനുസരിച്ചിട്ടുള്ള സംഭവങ്ങളും ഇപ്പോൾ കണ്ടിട്ടുണ്ട്. നാളെ മുതൽ ഒഫീഷ്യലായി പരിശോധന അവരാരംഭിക്കും. അവർ ഈ പ്രദേശങ്ങളും പരിശോധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് തുടർന്ന് പുനരധിവാസം നടത്താൻ ആലോചിക്കുന്ന വിധത്തിലുള്ള പ്രപ്പോസലുകളും അവർ പിന്നീട് പരിശോധിക്കും. പുനരധിവാസം ഈ മാസത്തോടെ പൂർത്തിയാവും. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.